ഹായ് ഓൾ KPS വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് കാണുന്ന സമയത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് പ്രകാശൻ കാർത്തികയോട് പറയാണ്, ഞാൻ അമ്മയോടൊന്ന് ആലോചിക്കട്ടെ എന്നിട്ട് പറയാമെന്ന്. അപ്പോൾ കാർത്തിക പറയുന്നു, ആലോചിച്ചോ, പക്ഷേ ഒരു കാരണവശാലും ഇങ്ങോട്ട് വരില്ല എന്ന് പറയരുത്, അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ശരി മോളെ. അയാൾ മീശയും വിരിച്ച് സന്തോഷത്തോടെ പോയി. അപ്പോൾ പിറകിൽ നിന്നും കാർത്തിക ചിന്തിക്കുകയാണ്, ഇയാൾ മനസ്സ് നിറച്ചു സന്തോഷിക്കട്ടെ, ആകാശം മുട്ടെ ഇയാൾ ചിന്തിക്കട്ടെ. അവസാനം കാലി പിടിച്ച് നിലത്തൊരടിയുണ്ട്, നാണം കെട്ടവൻ. പ്രകാശൻ സന്തോഷത്തോടെ അമ്മയുടെ അടുത്തെത്തി. അമ്മ മുറുക്കാനൊക്കെ ചവച്ച് നല്ല സന്തോഷത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് എത്തിയിട്ട് പ്രകാശൻ പറയാണ്, അവനെ കണ്ടപ്പോൾ അമ്മ എണീറ്റ് നിന്നു. അപ്പോൾ അമ്മയോട് പറയാണ്, ഇരിക്കിരിക്കേ, വലിയ ബഹുമാനമൊന്നും വേണ്ട. ഇന്ന് ഞാൻ വണ്ടി ഓടിച്ചു കൊണ്ടുവരുന്ന വഴി ആ പുതിയ ഡ്രൈവറില്ലേ, പുതിയ മുതലാളിച്ച്, അവൾ എന്നോട് പറയുക എന്നെ കാണാൻ അവളുടെ അച്ഛനെ പോലെയുണ്ടെന്ന്. പക്ഷേ അവൾക്ക് അവളുടെ അച്ഛനെ തീരെ ഇഷ്ടമില്ലായിരുന്നു. ഞാൻ ചോദിച്ചു അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയുക അവളുടെ അച്ഛന് പെൺമക്കളെ തീരെ ഇഷ്ടമില്ലായിരുന്നു എന്ന്. ഉടനെ ഞാൻ ഫ്ലൈറ്റ് അങ്ങോട്ട് മാറ്റി. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്കും 2 പെൺമക്കളാണുള്ളത്. ഈ 2 പെൺമക്കളെയും എനിക്ക് ജീവനാണ്. പക്ഷേ അവർ കല്യാണം കഴിച്ചപ്പോൾ അവരെന്നെ ഉപേക്ഷിച്ചു എന്നൊരു തള്ളം കൊണ്ട് തള്ളി. എന്ത് കള്ളത്തിനാടാ നീ പറഞ്ഞത്? ഓ പിന്നെ ദേ അമ്മേ, അവൾ വന്ന് അമ്മയെ കാണുകയാണെങ്കിൽ ഉള്ള സത്യമൊന്നും വിളിച്ചു കൂവരുത്. ഏയ്, എനിക്ക് പെൺകുട്ടികളെ വളരെ ഇഷ്ടമാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എൻ്റെ അമ്മയെ നമ്മളെ മനസ്സിലുള്ളതൊക്കെ വിളിച്ചു പറഞ്ഞാൽ അവൾ അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. അല്ലേ നമ്മളെ ഗതികേട്. ഓ അത് ശരി. പെൺകുട്ടികളോട് നമുക്ക് വലിയ താല്പര്യമില്ല എന്നുള്ള കാര്യം നമ്മൾക്കല്ലേ അറിയൂ, മറ്റുള്ളവർക്കറിയില്ലല്ലോ. ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും നമ്മൾ കമാന്നൊരക്ഷരം പറയാതെ കേട്ടുകൊണ്ടിരിക്കുക, അതാ നല്ലത്. അപ്പോൾ പ്രകാശൻ പറയാണ്, അത് മാത്രമല്ല എനിക്ക് വേറെ ചില പ്ലാനുകളും ഉണ്ടെന്ന് കൂട്ടിക്കോ. എന്തുവാടാ? എന്തുവാന്നോ? കിളവിക്ക് ഭയങ്കര ബുദ്ധിയല്ലേ, പറ. പറയട്ടെ. പറ. നിന്റെ രാജകുമാരൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനെ അവളെ ഒന്നിപ്പിക്കാം എന്നല്ലേ നീ മനസ്സിലോർത്തത്? അയ്യോ, തല മുഴുവനും ബുദ്ധിയാണല്ലോ. അമ്മേ, എൻ്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അമ്മയ്ക്കറിയാമെന്ന് എനിക്കറിയാം. നീ എൻ്റെ മോനല്ലേ, നിൻ്റെ മനസ്സ് എനിക്കല്ലാതെ വേറെ ആർക്കാ ഇത്ര കൃത്യമായിട്ടറിയാം. പക്ഷേ എന്താ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ അവളെ കാണുമ്പോൾ തന്നെ വിക്രത്തിനേക്കാളും കുറച്ച് പ്രായം കൂടുതലാണെന്നൊരു സംശയമല്ല, കുറച്ച് പ്രായം കൂടുതലാണ്. സംശയമല്ല, പ്രായം കൂടുതലാണ്. അതൊക്കെ എന്തിനാടാ നോക്കുന്നത്? അവരെ ഒന്നിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് അതല്ലേ. നിന്റെ മോന് പോരായ്മയോട് പോരായ്മയേ ഉള്ളൂ. അവൻ 2 കെട്ടിയവനാ, പോരാത്തതിന് ജയിൽ പുള്ളിയുവാ. കള്ളനാ, പെരും കള്ളൻ. ഒന്നും മിണ്ടാതിരിയമ്മേ. അല്ല, അത് നമ്മൾ 2 മാത്രം ഉള്ളപ്പോൾ സത്യം പറഞ്ഞാൽ എന്താ? എൻ്റെ അമ്മേ, ഒരു തരത്തിൽ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെച്ച് ഉറപ്പിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ലോട്ടറി അടിച്ചെന്നിരിക്കും. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവൾക്ക് ഈ കല്യാണിയെയും പരിചയമുണ്ടെങ്കിൽ അവർ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. കാർത്തികയെയും കല്യാണിയെയും സോണിയെയും തമ്മിൽ കാണാതിരിക്കാനുള്ള മാർഗ്ഗമാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഒരു കാര്യമുണ്ട്, വിക്രത്തിനെ അവൾ പുറത്തിറക്കും, ഇറക്കിപ്പിക്കും ഞാൻ. അതിനുള്ള പൈസയുണ്ട് അവളുടെ കയ്യിൽ. വിക്രം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ സ്ഥാപനങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനും വിക്രമും ആയിരിക്കും. ഏതെങ്കിലുമൊക്കെ സമയത്ത് അവൾക്ക് പുറത്തു പോകേണ്ടി വരുമല്ലോ. ഇവിടെയും ആരെങ്കിലും വേണമല്ലോ ആ സമയത്ത് ബിസിനസ് നോക്കാൻ വേണ്ടി. അപ്പം ഞാനും വിക്രമായിരിക്കും നോക്കുന്നത്. അങ്ങനെ എല്ലാവരും വെച്ചടി ഈ പ്രകാശനും നമ്മളെല്ലാവരും കയറും അമ്മേ. എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കും. അമ്മ പറയാണ്, ഒരുപാട് സ്വപ്നം കാണണ്ട, അതുകൊണ്ടാണ് ഒന്നും നടക്കാത്തത്. എന്തായാലും എൻ്റെ പ്രാർത്ഥന കണ്ടതുകൊണ്ട് ദൈവം കൊണ്ടുവന്നതാ അമ്മേ ഈ കാർത്തൂനെ. കാർത്തുവാ? അതാര്? എൻ്റെ അമ്മേ, കാർത്തിക എന്നാണ് പേര്. അവളുടെ മുഴുവൻ പേര് കാർത്തിക എന്നാണ്. പക്ഷേ എന്നെ അവൾ അച്ഛൻ എന്നൊക്കെയല്ലേ വിളിക്കുന്നത്. അപ്പോൾ അച്ഛനെ ഇങ്ങനെ കയറിയിട്ട് കാർത്തിക എന്ന് വിളിക്കുക, മുഴുവൻ പേര് വിളിക്കാതെ കാർത്തു എന്ന് വിളിക്കുന്നു. അവൻ്റെ സന്തോഷം കണ്ട് അമ്മ പറയാണ്, അവളെനി കാല് മടക്കി അടിക്കുന്നത് എപ്പോഴെന്നാണ് ദൈവത്തിനറിയാം. എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുമ്പോൾ ഉടനെ നാക്ക് വളച്ചിട്ട് ഉടനെ വേണ്ടാത്തത് പറഞ്ഞോളും. എൻ്റെ അമ്മേ, എല്ലാ മനുഷ്യർക്കും സമയദോഷമുണ്ട്. ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ പാതാളത്തോളം താഴും.
അത് കഴിയുമ്പോഴേ സ്വർഗതുല്യമായ ജീവിതം കിട്ടും. എൻ്റെ ഭഗവതി, അങ്ങനെ ഒരു ജീവിതം എനിക്ക് കൊണ്ടുത്തരും. അമ്മ തന്നെയല്ലേ ജ്യോത്സ്യനെ കണ്ടിട്ട് പറഞ്ഞതെന്താ? അവൻ രാജാവിനെ പോലെ വളരും എന്ന്, രാജാവിനെ പോലെ വാഴുമെന്ന്. എന്നിട്ട് അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അവൻ ഈ മോഷണ സ്വഭാവമൊക്കെ ഉള്ളത് കൊണ്ട് കാർത്തികയുടെ തലക്കടിച്ചിട്ട് അവിടുന്ന് മോഷ്ടിക്കുമോ എന്നാ എൻ്റെ പേടി. അങ്ങനെ വല്ലതും അവൻ ചെയ്താലുണ്ടല്ലോ, അവനെ തൂക്കിലേറ്റാൻ വിധിക്കും ഞാൻ. ദൈവം നല്ലൊരവസരം തരുമ്പോൾ അത് ഉപയോഗിക്കാൻ നോക്കണം. അല്ലാതെ മോഷണമോ കൊലയോ ഒക്കെ ആയിട്ട് പിന്നെ അവനെ കൊന്നിട്ട് ജയിലിൽ പോകും. വേണ്ടി വന്ന് അവനെ കൊന്നിട്ട് ഞാനും ചാവും. അല്ല പിന്നെ എന്ന് പറഞ്ഞ് പ്രകാശൻ അവിടെ നിന്ന് എണീച്ച് പോയി. പിന്നെ കാണിക്കുന്നത് കാർത്തിക ഫുഡ്സിൽ കല്യാണി എത്തിയിട്ടുണ്ട്. അവിടെ കല്യാണി ഡിസൈൻ ചെയ്യാനുള്ള ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. കറക്റ്റ് ചെയ്യാനും പൊസിഷൻ ശരിയാക്കാനും ഒക്കെ കൂടെയുള്ള ആളോട് പറഞ്ഞു കൊടുക്കുകയാണ്. കല്യാണി, ഒരു 2 ദിവസത്തെ വർക്ക് കൂടി ഉണ്ടാകും ഇനി. ആഹാ, നാളെ കൊണ്ട് തീർക്കണം. അപ്പോഴേക്കും കാർത്തികയും എത്തി അവിടെ. ആ, മേഡം എത്തിയല്ലോ. ആഹാ, ഇത് ഏതാണ്ട് ഫിനിഷായല്ലോ. അപ്പോൾ കല്യാണി, ഇല്ല, നാളെ കൊണ്ടേ തീരൂ. പറഞ്ഞതിനേക്കാൾ വേഗത്തിലാണല്ലോ കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ കല്യാണി ചിരിച്ച്. മേഡം സാറ്റിസ്ഫൈഡ് ആണോ? കല്യാണിയുടെ വർക്കിനെ പറ്റി എനിക്കൊരു സംശയവും ഇല്ല. പിന്നെ സാറ്റിസ്ഫൈഡ് ആവാതിരിക്കാനുള്ള കാരണം ഒന്നുമില്ല. 100% തൃപ്തിയാണ് ഞാൻ. സിമ്പിളാണ്, പക്ഷെ ആരും ഒരു കുറ്റവും പറയില്ല. അതാണ് കല്യാണിയുടെ മേന്മ. കാർത്തിക ചെക്കെടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇൻറ്റീരിയൽ വർക്കിൻ്റെ പിന്നെ തരാം. ഒരു കൺസ്ട്രക്ഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അത് കല്യാണിയുടെ ഭർത്താവ് കിരൺ തന്നെ ചെയ്യണം. അതിനുള്ള അഡ്വാൻസാണിത്. കല്യാണി ആ ചെക്ക് വാങ്ങിച്ച് എന്നിട്ട് പറയാണ്, ഇതും വലിയൊരു തുകയുണ്ടല്ലോ മേഡം. സാരമില്ല, നിങ്ങൾക്ക് മുൻകൂർ പണം തന്നാലും നിങ്ങൾ വർക്കിൽ അലങ്കോലമാക്കില്ലെന്ന് എനിക്കറിയാം. എനിക്ക് 100% നിങ്ങളെ വിശ്വാസമാണ്. അത്തരക്കാർക്ക് പണം തരുന്നതുകൊണ്ട് എന്താ കുഴപ്പം? പിന്നെ ഞാനിതിൻ്റെ ഇനാഗ്രേഷനെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ. ഇൻറ്റീരിയൽ ഡിസൈൻ നാളെ തീരുന്ന സ്ഥിതിക്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഉദ്ഘാടനം. അന്ന് ഉറപ്പായിട്ടും കല്യാണി കിരണിനെയും കൂട്ടിയിട്ട് വരണം. കാദംബരി കല്യാണിയുടെ ചേച്ചിയല്ലേ, അവരെയും കൂടെ കൂട്ടിക്കോ. ശരി മേഡം, ഉറപ്പായിട്ടും. പിന്നെ കല്യാണി ആ ചെക്ക് കൊണ്ടുപോയി കിരണിന് കൊടുത്തു. കിരൺ പറയാണ്, അല്ല, നമ്മളിങ്ങനെയൊന്നും അഡ്വാൻസ് വാങ്ങിക്കാറില്ലല്ലോ കല്യാണി. പിന്നെന്തിനാ ഇത്രയും വലിയൊരു തുക വാങ്ങിയത്? എനിക്കൊന്നും അറിയില്ല, നിർബന്ധിച്ച് തന്നതാ. ഇതിപ്പോൾ ഏതാണ്ട് 40% നേരത്തെ തന്നിരിക്കുക. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. നമ്മൾ സാധാരണ 5% അല്ലെങ്കിൽ 4% അല്ലേ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ കല്യാണി പറയാണ്, ഇൻറ്റീരിയൽ വർക്ക് നന്നായിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ നമ്മൾ ഉദ്ഘാടനത്തിന് ചെല്ലണമെന്ന് പറഞ്ഞിരിക്കുക. നേരം പുലരുന്നതിന് മുമ്പാണ് ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഉദ്ഘാടനം ഞാൻ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. ആ മുഹൂർത്തം എന്തിനും നല്ലതാ. പുലർച്ചെ 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം ഏറ്റവും നല്ല മുഹൂർത്തം. എൻ്റെ കുട്ടിക്കാലം മുതൽക്കേ ഞാൻ 4 മണിക്ക് എഴുന്നേൽക്കുമായിരുന്നു. അതിൻ്റെ ഗുണം എനിക്കൊരുപാട് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവർ ഇത്രയും സ്നേഹം കാണിക്കുന്നതെന്ന് അറിയില്ല. അത് നിൻ്റെ കഴിവുകൊണ്ട് തന്നെ. നീ ചെയ്ത വർക്ക് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് കാണും. അതിനപ്പുറം ഒരടുപ്പം അവരെന്നോട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഒരു വല്ലാത്തൊരടുപ്പം, എന്തോ ഒരടുപ്പം എനിക്ക് അവരുടെ അടുത്ത് തോന്നാറുണ്ട്. ഒരുപാട് വർഷത്തെ ബന്ധമുള്ളതുപോലെ പലപ്പോഴും തോന്നാറുണ്ട്. ചിലരുടെ സ്വഭാവം അങ്ങനെയാണ്. അവരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, അടുത്ത് കണ്ടു കഴിഞ്ഞാലും ഒരുപാട് വർഷത്തെ അവരുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉള്ളതുപോലെ നമുക്ക് തോന്നും. എനിക്ക് പിന്നെ ആരെങ്കിലുമായിട്ട് അങ്ങനെ ഒരു അടുപ്പം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നെ നമ്മളെ വിട്ടു പോവില്ല. അവർക്കിപ്പോൾ നമ്മളൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ താമസിക്കാനും താല്പര്യമുണ്ട്. അങ്ങനെയെങ്കിൽ അവരുടെ മനസ്സറിഞ്ഞ് വേണം അവർക്ക് നല്ലൊരു വീട് വെച്ച് നൽകാൻ. അത് പിന്നെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്യൂ കല്യാണി. ഇനി അവരുടെ എല്ലാ സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മൾ കൂടെ ഉണ്ടാവും. അവൻ വീണ്ടും ചെക്കെടുത്ത് നോക്കിയിട്ട് പറയാണ്, ഇനി ഏതായാലും ഇതുപോലെ വലിയൊരു തുകയൊന്നും ഇനിയിപ്പോൾ അടുത്തൊന്നും തരണ്ട എന്ന് പറയണം. ഏകദേശം പ്ലാൻ ചെയ്യുന്നത് ഒരു 3000-3500 സ്ക്വയർ ഫീറ്റോളം ഉണ്ടാവും വീട്. അവരിത്രയൊക്കെ ചെയ്യുന്ന സ്ഥിതിക്ക് നമുക്ക് പരമാവധി ലാഭം കുറച്ച് തന്നെ അവർക്ക് ചെയ്തു കൊടുക്കാം. അല്ല, നിൻ്റെ അച്ഛൻ കുറച്ച് ദിവസം മുമ്പേ വന്ന് വാചകടിച്ചിട്ട് പോയതാണല്ലോ. പിന്നെ അയാളെ കണ്ടതേ ഇല്ലല്ലോ. അയലത്തിപ്പോൾ അമ്മമ്മ വരുന്നതും കാണുന്നില്ല. അപ്പോൾ കിരൺ പറയാണ്, അയാൾക്കിപ്പോൾ എന്തോ നല്ല കാലം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെയോ കുപ്പിയിലാക്കിയിട്ടുണ്ട്, അതുറപ്പാ. പിന്നെ കാണിക്കുന്നത് പ്രകാശനും അമ്മയും വീട് മാറാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കുകയാണ്. അവിടെ AC ഒക്കെ കാണുവാടാ. AC താമസിക്കുന്ന ഒരു തമ്പുരാട്ടി. അല്ലേടാ, നമ്മൾ സോണിയുടെ വീട്ടിൽ താമസിച്ചപ്പോൾ അവിടെ AC അല്ലായിരുന്നോ? അല്ല, ഒരു ദിവസം അതിനുശേഷം ഒരു ദിവസം തലതിരിഞ്ഞൊരുത്തിയുടെ വീട്ടിൽ ചെന്നപ്പോൾ
ചിങ്ങമാസത്തിലെ ചൂടിൽ ചുട്ട് പൊള്ളി കിടക്കലായിരുന്നോ? ഇതിപ്പോൾ വലിയ വീടൊക്കെ ആയിരിക്കുമ്പോൾ എ സി ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാലോ. എ സി ഒന്നും ഇല്ലെങ്കിലും ഒരു പ്രശ്നവുമില്ലാതെ മനസ്സമാധാനത്തോടെ ജീവിക്കണം അമ്മേ. എല്ലാം ശരിയായി വന്നുകൊണ്ടിരിക്കുക അമ്മേ. അല്ലെങ്കിൽ നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ ഒരു കൊച്ച് നമ്മളെ തേടി വരുമോ? നമ്മളോട് അവിടെ പോയി താമസിക്കാൻ പറയുന്നതൊക്കെ ഒരു മഹാഭാഗ്യമല്ലേ. എടാ, നമ്മുടെ കുഞ്ഞും കൂടി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പേടിക്കാനൊന്നുമില്ല. പുറത്തിറങ്ങും അമ്മേ, പുറത്തിറക്കും നമ്മളവനെ. എല്ലാം അവൻ്റെ സമയദോഷമായിരിക്കും അമ്മേ. നമുക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അവൻ്റെ ജാതകദോഷം കൊണ്ടായിരിക്കും എന്ന് വിചാരിക്കാം. അല്ല, നീ എന്ത് ജയിൽ പുള്ളിയാണെന്ന് പറഞ്ഞാലും അവൻ്റെ ജാതകം നമുക്ക് ഗുണമേ കൊണ്ടുത്തരും. ഞാനും അമ്മയും ഒക്കെ പാപ്പറായിട്ട് തെണ്ടിത്തിരിയുന്നത് കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു കല്യാണിയും അവളുടെ അമ്മയും ഒക്കെ. അതിനെ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഭഗവതി തടയിട്ടു. ഇനിയുള്ള കാലം ആ കൊച്ചിനെയും സേവിച്ച് മുന്നോട്ട് പോകാം. അവൾ തരുന്ന ശമ്പളം വാങ്ങിച്ചുകൊണ്ട് മിണ്ടാതിരിക്കാം. നമ്മൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അവളുടെ വീട്ടിലാണ് താമസിക്കുന്നത്. വേറെ ചിലവൊന്നുമില്ലല്ലോ. എൻ്റെ മോൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവനെയും കൂടി കൂട്ടി നല്ല സന്തോഷത്തോടെ ജീവിക്കണം. അതിനുശേഷം അമ്മയെ ഒരു വീട് വെക്കാനുള്ള പൈസ സമ്പാദിക്കണം. എന്നും ഈ വാടക വീട്ടിൽ, മറ്റുള്ളവരുടെ വീട്ടിൽ എന്നൊക്കെ പറഞ്ഞ് എത്ര കാലം താമസിക്കും? എന്നാൽ പിന്നെ എടുത്തു വെക്ക്, ഇറങ്ങാം. കാത്തിരിക്കുകയായിരിക്കും. അല്ല മോനെ, എൻ്റെ വേഷമൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാലോ അല്ലേ? കുഴപ്പം പറയില്ലല്ലോ ആരും അല്ലേ? എൻ്റെ അമ്മയെ ഇപ്പം കണ്ടാൽ ആര് കണ്ടാലും തിരുവിതാംകൂർ തമ്പുരാട്ടിയെ പോലുണ്ട്. അങ്ങനെ സാധനങ്ങളെല്ലാം കെട്ടിപ്പെറുക്കി പ്രകാശനും അമ്മയും കൂടി കാർത്തികയുടെ വീട്ടിലേക്ക് പോയി ഒരു ഓട്ടോയും പിടിച്ചിട്ട്. കയറിപ്പോകുന്നത് കാണുമ്പോൾ തന്നെ പറയാണ് കാർത്തിക, ഇവരാണ് മകനെ മൃഗമാക്കിയ അമ്മ. ദേഷ്യത്തിലായിരുന്ന കാർത്തിക അവരെ കണ്ടപ്പോൾ ഒന്ന് ചിരിച്ചു കൊടുത്തു. മനസ്സിലായില്ലേ? ഇതാണ് എൻ്റെ അമ്മ, എൻ്റെ എല്ലാമായ എൻ്റെ അമ്മ. എൻ്റെ കൂടെ നിൽക്കേണ്ട എൻ്റെ ഭാര്യയും എൻ്റെ 2 പെൺമക്കളും എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ എനിക്ക് താങ്ങും തണലുമായിട്ട് നിന്നത് എൻ്റെ ഈ അമ്മയാ എന്ന് പറഞ്ഞവൻ കെട്ടിപ്പിടിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അമ്മയ്ക്ക് വേറെ വീടുകളിലൊക്കെ പോയി നിൽക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ നിർബന്ധിച്ചപ്പോൾ അമ്മ വന്നു. അമ്മേ, ഇതാണ് കാർത്തിക. അപ്പോൾ ആ അമ്മയുടെ കാലിൽ വീണിട്ട് അവൾ വണങ്ങുമായിരുന്നു. അപ്പോൾ അമ്മ പറയാണ്, മോളെപ്പറ്റി ഇവൻ പറഞ്ഞിരുന്നു. എല്ലാവരും ഇവനെ തള്ളിക്കളഞ്ഞിട്ടും അവസാനം മോളെങ്കിലും ഉണ്ടായല്ലോ ഇവനെ സ്നേഹിക്കാൻ. എൻ്റെ പൊന്നു മോളെ, ഇവനിക്ക് പെൺമക്കളെന്ന് പറഞ്ഞാൽ ജീവനാ. എൻ്റെ മോള് ഇവനെ സ്നേഹിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായി. ചോര നീരാക്കിയ ഇവൻ അവളെ പഠിപ്പിച്ചതും വലുതാക്കിയതുമൊക്കെ. എല്ലാവരെയും നല്ല രീതിയിൽ കെട്ടിച്ചയച്ചപ്പോൾ അവസാനം എല്ലാവരും എൻ്റെ മോനെ ഉപേക്ഷിച്ചിട്ട് പോയി. അതൊക്കെ എന്തിനാ അമ്മ ഇവിടെ പറയുന്നത്? എനിക്ക് അതിനൊക്കെ പകരം നല്ലൊരു മോളെ കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് കാർത്തികയെ കാണിച്ചു കൊടുക്കണം നമുക്ക്. ആരും ആശ്രയമില്ലാത്ത സമയത്ത് ഇതുപോലൊരു സ്വഭാവമുള്ള മോളെ കിട്ടിയത് ഞങ്ങളെ ഭാഗ്യമാണ് മോളെ. അതുകൊണ്ട് അച്ഛൻ്റെ കഥകളൊക്കെ കേട്ടപ്പോൾ അമ്മമ്മയെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞത്. അച്ഛനെയും അമ്മമ്മയും ഇത്രയേറെ വേദനിപ്പിച്ച ആ പെൺമക്കളെ എനിക്കൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. പോലെ ഒരാൾ അവരെ കാണാതിരിക്കുന്നത് നല്ലത്. കാരണം മോളും ഞങ്ങളും കൂടിയുള്ള അടുപ്പം വരെ അവർ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് തെറ്റിക്കും. അത്രയ്ക്ക് ദുഷ്ടക്കൂട്ടങ്ങളാ. എങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതല്ലേ അച്ഛാ? പെട്ടെന്ന് വേണമെന്നില്ല, എപ്പോഴെങ്കിലും കണ്ടാൽ മതി. കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ വല്ല അപകടവും വരാതെ സൂക്ഷിക്കണം. അത്രയ്ക്ക് നല്ല എരണമുള്ള ആൾക്കാരാ. അത് ശരിയാ, ഞങ്ങളുടെ എതിരെ വന്നാൽ പോലും ഞങ്ങൾ മുഖം കൊടുക്കത്തില്ല. സംസാരിക്കാൻ കഴിയാത്ത ഒരുത്തിക്ക് സംസാരം കിട്ടിയിട്ടുണ്ട്. അവളാണ് കൂട്ടത്തിൽ 8 കാലി. അമ്മുമ്മ പറയാണ്. അവളുടെ അമ്മയും അങ്ങനെ തന്നെയാ. പോട്ടെ അമ്മുമ്മേ, ഇനിയിപ്പോൾ അവരെ പറ്റിയൊന്നും പറയണ്ട. അച്ഛാ, അമ്മുമ്മയ്ക്ക് മുറി കാണിച്ചു കൊടുത്തേ.